ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് US നിന്ന്. അവളെ കാണാനായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ അതിൽ എൻ്റെ മോന് വേണ്ടി ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, അതായത് അവൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ് വരുന്നത്. പക്ഷേ അവന് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു US നിന്ന് കൊണ്ടുവരാൻ. അത് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യണം ആൻഡ് അതുകൊണ്ട് മോന് കൊടുക്കണം. അവൻ്റെ റിയാക്ഷൻ കാണണം. മെയിനായിട്ട് അവൻ്റെ ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു ഈ ഗിഫ്റ്റ് അവന് വേണം എന്ന് പറഞ്ഞ്. അത് ഞാൻ ഇന്ന് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് സാധനം. ഇത് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണെന്ന്, ഒരു ഐഡിയ ഉണ്ടാവും. ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അവളോട് സംസാരിച്ച്, ഞങ്ങൾ കാണുന്ന ഒരു 7-8 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. സംസാരിച്ചൊക്കെ ഇരുന്ന് ലേറ്റായിപ്പോയി. ഞാൻ ഇവിടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് മോൻ ഉറങ്ങിയും പോയി. ഇന്ന് രാവിലെ അവൻ കോളേജിലോട്ടും പോയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാനിത് പാക്ക് ചെയ്യാൻ പോവാണ്. വൈകിട്ട് അവൻ കോളേജ് വിട്ട് വന്നിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അറിയാം എന്താ അവൻ്റെ റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി അതിൽ വീഡിയോയിൽ കാണാം. അപ്പോൾ പെട്ടെന്നാണ് ഹസ്ബൻഡിന് ഒരു ഐഡിയ വന്നത്, നമുക്കൊന്ന് പ്രാങ്ക് ചെയ്താലോ അവനേന്ന്. അപ്പോൾ നമ്മൾ ഇതിലുള്ള സാധനം മാറ്റിയിട്ട് അവൻ്റെ പഴയ ഒരു ചെരുപ്പും ഒരു കല്ലും വെയിറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷനാണ് മെയിനായിട്ട് എനിക്ക് അറിയേണ്ടത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവൻ എന്താ എന്നെ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ബോക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വേണം ഇനി വയ്ക്കാൻ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാക്കിങ്ങിൽ അത്ര വലിയ പെർഫെക്ഷനുള്ള ആളൊന്നുമല്ല, എനിക്ക് അറിയത്തുമില്ല അത്രയൊന്നും പാക്ക് ചെയ്യാൻ. ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് അവൻ വന്നിട്ട് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്കിതുകൊണ്ട് മോന് കൊടുക്കാം. അവൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. കേദാർ, ഒരു ഗിഫ്റ്റ്. ചുമ്മാ ടൈം പാസ്. ബർത്ത്ഡേ വെറുതെ 18th ബർത്ത്ഡേ. அதுக்கு നീ കുലിക്ക് ഉടയ്ക്കാതെ. ഗ്ലാസ് ഫ്രെയിം. ഫോട്ടോ ഫ്രെയിമാ? മെല്ലെ 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 നേരെ പിടി വെച്ചിട്ട് തുറ. I repeat, handle with care. ജോർഡനാ? ഇത് ജോർഡൻ. ഞാൻ നിന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു. പ്രാങ്ക് വെയിറ്റിക്ക് വേണ്ടി വെച്ചാ. ഷൂ ഒക്കെ തോന്നണ്ടേ? വെറും പ്രാങ്ക്. ഇങ്ങനെ അടുത്ത പ്രാങ്ക് റെഡി ആയിരിക്കോ? ഇനി என்ன പ്രാങ്ക്? നെക്സ്റ്റ് പ്രാങ്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ പോടാ. അല്ല സത്യമായിട്ടും ഒറിജിനൽ. എങ്ങനെയുണ്ട്? US ഫ്രണ്ടിയുടെ ചൊന്നതാ. ഇത് കണ്ട തിരുമ്പോ നമുക്ക്. എനിക്ക് വിശ്വാസമില്ലേ. अरे यार सत्यम नेटी इदुकुदा मोनो எங்க फ्रेंड பார்க்க போறேன்னு சொன்னேனே. സത്യം. ഗോഡ് പ്രോമിസ്. താങ്ക് യു. എല്ലാം പാര്. കാലെല്ലാം മോട്ടെല്ലാം പാര്. ശരിയാ இருக்கா? സൈസ് എല്ലാം കറക്റ്റാ? எப்படி உண்டு ஏர் ஜோர்டன்? കംഫർട്ടാ இருக்கா? ഇഷ്ടപ്പെട്ടാ? കളർ ഇഷ്ടപ്പെട്ടാ? സർപ്രൈസ് எப்படி இருந்தது? സൂപ്പർ. പ്രാങ്ക് പ്രാങ്ക് எப்படி ഉണ്ടായിരുന്നു? പ്രാങ്ക് റിവ്യൂ ഇല്ലേ? ഇഷ്ടപ്പെട്ടേ? ഷൂ കൊടുത്തല്ലേ? എപ്പോഴും തരും ഒറിജിനൽ. ഇതാ എൻ്റെ സ്റ്റോക്ക് എക്സോടെ ടാഗ് ഉണ്ട്. സ്റ്റോക്ക് എക്സിനാ ഒരു ഇത് വെബ്സൈറ്റ് അതിൽ എന്താക്കും ഷൂ ഓർഡർ பண்ணணும்.
ഫോറിൻ വെബ്സൈറ്റ് ആക്കും. പിന്നെ ടാഗ് ആവാ കൂടെ തരുക, വെരിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇതോടെ ക്വാളിറ്റി അതെല്ലാം വെച്ച് കണ്ടുപിടിക്കല ഇത് ഒറിജിനൽ ആക്കുന്നു. ഓ ഡ്യൂപ്ലിക്കേറ്റ് ഒരു 1500-2000 കിട്ടും. ഇതൊക്കെ പിന്നെ വില ചിലവ് വേണ്ട, നല്ല കോസ്റ്റ്ലി ആക്കും. ഇത് ഏത് സൈഡിൽ, ഇന്ത്യയിലെ ഏത് സൈഡിലാണ് വാങ്ങല? ഇന്ത്യയിലെ நிறைய സൈറ്റ് ഉണ്ട്. ക്രെപ് ഡോഗ് ക്രൂ, പിന്നെ മെയിൻ സ്ട്രീറ്റ്, പിന്നെ കിക്സ് ക്ലബ്, അപ്പടിയെല്ലാം സൈറ്റ് ഉണ്ട്, അങ്ങേയും കിട്ടും. ഇത് ജോർഡനും നൈക്കിയും തമ്മിൽ എന്താ ഡിഫറൻസ്? നൈക്കിയാക്കും ഇത് ഒറിജിനൽ. ഇതോട് ജോർഡൻ ഉണ്ട് ബാസ്കറ്റ് ബോൾ പ്ലെയർ, അവൻ കൂടെ കൊളാബറേഷൻ ആക്കും നൈക്കി ജോർഡൻ. നോർമൽ ഷൂസിൽ ഇത് മാത്രം தான் இருக்கும். പിന്നെ ഇങ്ങനെ നൈക്കി എല്ലാം എഴുതിയിരിക്കും. ഇതിൽ ഇതിൻ്റെ സിമ്പിൾ ഉണ്ട് ജോർഡനോട്. പിന്നെ ഇങ്ങനെ ഇതും എയർ ജോർഡൻ എഴുതിയിരിക്കും. ആ പിന്നെ അതിൻ്റെ സിമ്പിൾ, ഈ പെട്ടി ഇതോട് സിമ്പിൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്യാം. ഇത് $145 ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇതിൻ്റെ ഡെലിവറി ചാർജസും ടാക്സും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ 13,500 എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഓർഡർ ചെയ്ത് മേടിക്കാവുന്നതാണ് സ്റ്റോക്ക് എക്സിൻ്റെ സൈറ്റിൽ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 50-80% കസ്റ്റം ചാർജസ് അവർ ഈടാക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഏകദേശം 20,000-30,000 അടുത്ത് ഇതിൻ്റെ ചാർജ് വരുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മോനൊരു സർപ്രൈസ് ആയിരുന്നു. ഇനിയും സർപ്രൈസുകൾ വേറെ വരാനുണ്ട്. ഏപ്രിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് വേറെ സർപ്രൈസസ് ഉണ്ടാവും, വേറെ വീഡിയോസ് ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.